ഹായ് എവരിവൺ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ആണ്. സോ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിൽ ഫസ്റ്റ് മെൻസുരേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നോക്കാം. അതായത് നമ്മുടെ പ്ലെയിൻ ജോമെട്രിക് ഫിഗേഴ്സും അതുപോലെ തന്നെ സോളിഡ്സ് 3D ഫിഗേഴ്സ് 3D സോളിഡ്സിൻ്റെയൊക്കെ ഏരിയ, അതിൻ്റെ വോളിയം, ഇതുപോലെയുള്ള കാൽക്കുലേഷൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് മെൻസുരേഷൻ എന്ന് പറയുന്നത്. സോ മെൻസുരേഷൻ ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ മെഷർ ഓഫ് parameters like length, area, volume of various solids and plane geometric figures. നമ്മൾ പ്ലെയിൻ ജോമെട്രിക് ഫിഗേഴ്സ് ഓൾറെഡി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് പഠിച്ചു. സോ റെക്റ്റാംഗുലർ, സ്ക്വയർ, പാരലഗ്രാം, ട്രപ്പീസിയം, അതുപോലെ തന്നെ ഹെക്സഗൺ, പെൻറ്റഗൺ, സർക്കിൾ. സോ ഇതുപോലുള്ള പ്ലെയിൻ ജോമെട്രിക് ഫിഗേഴ്സും അതുപോലെ തന്നെ സോളിഡ് ഷേപ്പുകൾ, അതായത് സിലിണ്ടർ, പ്രിസം, കോൺ, സോ ഇതുപോലെയുള്ള ഷേപ്പുകളുടെയൊക്കെ ഏരിയ, വോളിയം ഒക്കെ കാൽക്കുലേഷൻ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുലാസ് എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുന്നത്. സോ എന്താണ് ഒരു ഏരിയ എന്ന് പറയുന്നത്? ഒരു 2 ഡയമെൻഷണൽ ഫിഗറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്കുപ്പൈഡ്. സോ ഏരിയ ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. ഒരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ആ റെക്റ്റാങ്കിളിനുള്ളിൽ വരുന്ന ആ എമൗണ്ട് ഓഫ് സ്പേസിനെയാണ്, ആ റെക്റ്റാങ്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന എമൗണ്ട് ഓഫ് സ്പേസിനെയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ദെൻ വോളിയം അപ്പോൾ എന്തായിരിക്കും? വോളിയം ഈസ് ദി എമൗണ്ട് ഓഫ് സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ 3D ഷേപ്പ്, ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ്, അതായത് ഇപ്പോൾ ഒരു കോണോ സിലിണ്ടറോ അതിൻ്റെയൊക്കെ കേസിലാണ് എന്ത് വരുന്നത്? വോളിയം വരുന്നത്. ദെൻ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് എറൗണ്ട് ദ ഷേപ്പ് ഓർ ദ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി ഓഫ് എനി ക്ലോസ്ഡ് ഷേപ്പ്. ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ആ എറൗണ്ട് ദി ഷേപ്പ്, ആ ഷേപ്പിന് എറൗണ്ട് ആയിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത്, അതിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ പെരിമീറ്റർ, സർക്കിളിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സർക്കംഫറൻസ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് എറൗണ്ട് ദ ഷേപ്പ് ഓർ ദ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി ഓഫ് എനി ക്ലോസ്ഡ് ഷേപ്പ്. ദെൻ വോളിയം എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് വോളിയം എന്ന് പറയുന്നത്. ദെൻ സർഫസ് ഏരിയ, ഒരു 3D ഒബ്ജക്റ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിന് സർഫസ് ഏരിയ ഉണ്ടാവുമല്ലോ. സിലിണ്ടറിൻ്റെ കേസിലാണെങ്കിൽ ഒരു ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ഏരിയ ഉണ്ട്. 2 ബേസ് ഏരിയസും വരും. സോ സർഫസ് ഏരിയ ഈസ് ദ ടോട്ടൽ ഏരിയ ഒക്കുപ്പൈഡ് ബൈ ദി സർഫസസ് ഓഫ് എ 3D ഒബ്ജക്റ്റ്. ഒരു 3D ഒബ്ജക്റ്റിൻ്റെ സർഫസിൻ്റെ ഏരിയയാണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു കർവ്ഡ് ഓർ ലാറ്ററൽ സർഫസ് ഏരിയ. സോ ഒരു സിലിണ്ടറിൻ്റെ കേസിലാണെങ്കിൽ ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആ പോർഷനാണ് അതിൻ്റെ കർവ്ഡ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും. ദെൻ അതിൻ്റെ ബേസ് ഏരിയയും കൂടെ ചേരുന്നതാണ് അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ ബേസ് ഏരിയാസ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ ഷേപ്സിൻ്റെയും ഏരിയ, പെരിമീറ്റർ ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെക്റ്റാങ്കിൾ. സോ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 4 സൈഡഡ് ആയിട്ടുള്ള പ്ലെയിൻ ജോമെട്രിക് ഫിഗർ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലായിരിക്കും, അതുപോലെ തന്നെ അഡ്ജസൻറ്റ് സൈഡ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ രണ്ടും പാരലായിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ദെൻ അഡ്ജസൻറ്റ് സൈഡുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ദെൻ അതിനെന്തുണ്ടാവും? ഒരു 2 ഡയഗണൽസ് ഉണ്ടാവും. ദെൻ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സ്കൂളുകളിൽ തൊട്ടേ പഠിക്കുന്നതാണ്. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. പെരിമീറ്റർ ആണെങ്കിൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് അലോങ് ദി ബൗണ്ടറി ആണ്. സോ ഇവിടെ ഇതൊരു ലെങ്ത് ആണ്, ഇതൊരു ലെങ്ത് ആണ്, ഇതൊരു ബ്രെഡ്ത്ത് ആണ്, ഇതൊരു ബ്രെഡ്ത്ത് ആണ്. സോ 2 ടൈംസ് ലെങ്തും വരും, അതുപോലെ തന്നെ 2 ടൈംസ് ബ്രെഡ്ത്തും വരും. സോ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. സോ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 ഇൻറ്റു L പ്ലസ് ബി. ദെൻ ഇതിൻ്റെ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഈ ഡയഗണൽ, ഇതിപ്പോൾ D ആണെങ്കിൽ, സോ ഈ ഡയഗണൽ D, ഈ ലെങ്ത് L, ഇത് B. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ D സ്ക്വയർ ഈസ് ഇക്വൽ ടു L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ D ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. D ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് ഒരു 4 സൈഡഡ് ഫിഗർ ആണ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ആയിട്ട് മാറും. സോ സ്ക്വയർ ഈസ് എ 4 സൈഡഡ് ഫിഗർ
ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, അതുപോലെ തന്നെ ഓൾ ദ 4 സൈഡ്സ് ആർ ഈക്വൽ. സ്ക്വയറിന്റെ എല്ലാ സൈഡുകളുടെയും ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയാണ്, 90 ഡിഗ്രിയാണ് അഡ്ജസന്റ് സൈഡുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ദെൻ സ്ക്വയറിന്റെ ഡയഗണൽ. ദെൻ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ കേസിൽ എന്തായിരുന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരുന്നു. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും എല്ലാം സെയിം ആണ്. സൈഡിനെ നമ്മൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു എ. സോ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ. ദെൻ പെരിമീറ്റർ ആണെങ്കിൽ 4 ടൈംസ് എ. 4 സൈഡ് ഉണ്ട്, ഓരോ സൈഡിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എ. ദെൻ ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ട്, സോ ഡയഗണൽ ഡി ഈസ് ഈക്വൽ ടു, സോ ഇത് ഡയഗണൽ ഡി ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് എ ആണ്, ആ സൈഡും എ ആണ്. സോ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. സോ ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഡി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ത് വരും, 2a സ്ക്വയർ. സോ റൂട്ട് ഓഫ് 2a സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു എ. സോ ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് √2 ഇൻറ്റു എ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡയഗണലിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഏരിയയുടെ ഇക്വേഷൻ എ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയഗണൽ എന്താണ്, ഡി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് √2a എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എ നമുക്ക് എങ്ങനെ എഴുതാം, എ ഈസ് ഈക്വൽ ടു ഡി ബൈ √2. സോ എ ഡി ബൈ √2 ആണെങ്കിൽ എക്ക് പകരം ഡി ബൈ √2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ബൈ √2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ. സോ ഡയഗണൽ തന്നിട്ട് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏരിയ ഓഫ് എ സ്ക്വയർ യൂസിങ് ഡയഗണൽസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ. അല്ലെങ്കിൽ സൈഡ് തന്നിട്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എ സ്ക്വയർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് പാരലോഗ്രാം. സോ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഒരു 4 സൈഡഡ് ഫിഗർ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബീയിങ് പാരലൽ ടു ഈച്ച് അതർ. അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ എങ്ങനെയായിരിക്കും, പാരലായിരിക്കും. പാരലോഗ്രാമത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ബേസ് ഇൻറ്റു ഹൈറ്റ് അതെങ്ങനെയാണ് വരുന്നത്, സോ ഇതതിൻ്റെ ഡയഗണലാണ്. സോ ഇതാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, ദെൻ ബേസ് വരുന്നത്. നമ്മളിത് 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ഈ ഡയഗണൽ ഇതൊരു ട്രയാങ്കിള്, അതുപോലെ തന്നെ ടോപ്പിലും ഒരു ട്രയാങ്കിൾ. സോ ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ബി എച്ച് ആണ്. ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്, 2 ട്രയാങ്കിളും ഈക്വൽ ആണ്. സോ ഹാഫ് ബി എച്ച് പ്ലസ് ഹാഫ് ബി എച്ച് എന്ന് വരും. സോ ഹാഫ് ബി എച്ച് പ്ലസ് ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു ബി എച്ച്. പാരലോഗ്രാമത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. പാരലോഗ്രാമത്തിന്റെ ബേസ് ഇൻറ്റു ഈ 2 ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ 2 പാരലൽ സൈഡുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. സോ ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ ഏരിയ ഓഫ് പാരലോഗ്രാം കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തരികയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഇതിപ്പം എ ബി സി ഡയഗണൽ നമ്മൾ സി എന്നെടുക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ആ 2 സൈഡും ഡയഗണലും തരികയാണെങ്കിൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് ചെയ്താൽ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ഇവിടെ 2 ട്രയാങ്കിൾസ് ചേർന്നാണ് പാരലോഗ്രാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു ഈ ഇക്വേഷൻ എടുത്താൽ മതി. സോ ഈ 2 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അതായത് അതിന്റെ സെമി പെരിമീറ്റർ എന്ന് പറയും. അതായത് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 സൈഡിന്റെയും കൂടെ സം ആണ്. എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതിന്റെ ഹാഫ് ആണ് എസ് എന്ന് പറയുന്നത്, അതായത് സെമി പെരിമീറ്റർ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇനി നമുക്ക് പാരലോഗ്രത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പാരലോഗ്രത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ 2 പാരലൽ സൈഡുകളും ഈക്വൽ ആണ്. സോ 2a പ്ലസ് 2b എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ പ്ലസ് ബി. സോ പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ വെച്ചുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2 ഇൻറ്റു എ പ്ലസ് ബി ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് റോംബസ്. സോ റോംബസും പാരലോഗ്രം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പാരലോഗ്രത്തിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതൊരു റോംബസ് ആയിട്ട് മാറും. സോ എ റോംബസ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ഈക്വൽ ടു ഈച്ച് അതർ. സോ അതിന്റെ 2 ഡയഗണൽസ് ആണ് D1 ടു D2. ആ ഡയഗണൽസ് എന്ത് ചെയ്യും, 90 ഡിഗ്രിയിൽ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി 2 ഡയഗണൽസും നമുക്ക് തരികയാണ്. D1 ഉം D2 ഉം തന്നിട്ടുണ്ടെങ്കിൽ ഡയഗണൽസ് ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു ഹാഫ് D1 D2 ചെയ്താലും
റോംബസിൻ്റെ ഏരിയ കിട്ടും. സോ ഡയഗണൽസ് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് d1 d2, അല്ലെങ്കിൽ ബേസും ഹൈറ്റും തരികയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ d1 d2 ആണ് അതിൻ്റെ ഡയഗണൽസ്. ദെൻ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താണ്? സ്ക്വയറിൻ്റെ പോലെ തന്നെ ഇവിടെ എല്ലാ സൈഡും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു a. നെക്സ്റ്റ് ഈസ് ട്രപ്പീസിയം. സോ ട്രപ്പീസിയം എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അതിൻ്റെ 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഒരു പെയർ ഓഫ് പാരലൽ സൈഡ്സ് അതിൻ്റെ ഈക്വൽ ആയിരിക്കും. സോ പെയർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല, പാരലൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എ ട്രപ്പീസിയം ഈസ് എ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഹാസ് 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്. ഈ രണ്ട് സൈഡുകളും തമ്മിൽ പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈ പാരലൽ സൈഡുകളുടെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ്. സോ ഹാഫ് ഇൻറ്റു പാരലൽ സൈഡ്, ഒന്ന് എ അത് ബി. സോ എ പ്ലസ് ബി ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്. സോ ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് കൂടെ ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് അതിൻ്റെ ഹൈറ്റ്. സോ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ചെയ്താൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടും. സോ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി പെരിമീറ്റർ, ഡയഗണൽ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ ഹൂസ് സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ, അതുപോലെ തന്നെ ഏരിയ, ഡയഗണൽ, ഇത് മൂന്നും കണ്ടുപിടിക്കാം. സോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ആണ് അറിയാം. എന്താണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്? സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ 4 ഇൻറ്റു ആ സൈഡ് ലെങ്ത് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. സോ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഇവിടെ 4 ഇൻറ്റു എ തന്നിരിക്കുന്നത് എത്രയാണ്? ഒരു സൈഡ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 4 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ. ദെൻ ഡയഗണൽ കണ്ടുപിടിക്കാം. സോ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, √2 ഇൻറ്റു എ ആണ്. സോ √2 ഇൻറ്റു എ ഇവിടെ എത്രയാണ്? ഒരു സൈഡ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. സോ √2 ഇൻറ്റു 12. ദെൻ √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414 ആണ് √2ൻ്റെ വാല്യൂ. സോ 1.414 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 16.968 സെൻറ്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. സോ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, അതായത് എ ഇൻറ്റു എ. 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 12ൻ്റെ സ്ക്വയർ 144 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ നമുക്കൊരു 1000 വരെ വരത്തക്ക രീതിയിൽ ഉള്ള സ്ക്വയറുകളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. 11ൻ്റെ ആണെങ്കിൽ 121 ആണ്. 13 ആണെങ്കിൽ 169 ആണ്. 14 196, 15 225, 16 256, ഇങ്ങനെ ഒരു 30 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് സ്ക്വയറുകൾ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഈസ് 196 മീറ്റർ സ്ക്വയർ, ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 196 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്ക്വയർ ഫീൽഡ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. സോ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയാണ്? എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 196 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? √196 ആയിരിക്കും. സോ √196 എന്ന് പറഞ്ഞാൽ എത്രൻ്റെ സ്ക്വയർ ആണ്? 14ൻ്റെ സ്ക്വയർ ആണ് 196 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 13ൻ്റെ എത്രയാണ്? 169 ആണ്. 14ൻ്റേത് 196 ആണ്. 15ൻ്റേത് 225 ആണ്. സോ അത്തരത്തിൽ സ്ക്വയറുകൾ അറിഞ്ഞിരിക്കുക. സോ √196 എന്ന് പറയുന്നത് 14 മീറ്റർ ആണ്. സോ ഇതല്ലാതെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മുൻപൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ 196ൻ്റെ റൂട്ട് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എങ്ങനെയായിരുന്നു? 196. സോ ആദ്യത്തെ നമ്പർ 1, അതിനകത്ത് വരുന്ന ഏറ്റവും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. 1 ആയതുകൊണ്ട് തന്നെ അത് 1 ആണ്. ഇതിനിവിടെ റിമൈൻഡർ 0 ആണ്. ബാക്കി വരുന്നത് 96 ആണ്. ദെൻ 1ൻ്റെ ഡബിൾ ഇവിടെ എഴുതുക, 2. ദെൻ ഇവിടെ നമ്മൾ ഏത് നമ്പർ കൊടുത്താലാണ് ഇതിനോട് ഈക്വൽ ആവുക നോക്കുക. സോ ഇവിടെ ഞാൻ 24 ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 96 കിട്ടും. സോ 24. സോ ഇവിടെ 4 എഴുതുക, 96 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ആൻസർ എത്ര കിട്ടി? √196 എന്ന് പറഞ്ഞത് 14 ആണ്. സോ ഈ രീതിയിൽ വലിയ നമ്പറുകളുടെയൊക്കെ സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ഓൾറെഡി സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. സോ 196ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ആൻസർ 14 വരും. നെക്സ്റ്റ്, ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 25 സെൻറ്റിമീറ്റർ. ദെൻ ദി സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു, ഒരു സ്ക്വയറിൻ്റെ
ഡയഗണൽ 25 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 70 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ ആൻഡ് 25 സെൻറ്റിമീറ്റർ. സോ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം d = √2a ആണ്. സോ ഇവിടെ d തന്നിട്ടുണ്ട്. നമുക്ക് a കണ്ടുപിടിച്ചാലേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ a = നമുക്ക് എങ്ങനെ എഴുതാം? d/√2 എന്ന് എഴുതാം. സോ d/√2 ഇവിടെ d എത്രയാണ് തന്നിരിക്കുന്നത്? 25 ആണ്. സോ a = 25/√2. സോ നമുക്ക് a = 25/√2 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 25നെ 1.414 ആണ് √2, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. സോ അതിൽ എളുപ്പം എന്ന് പറയുന്നത് നമുക്കിത് ഡയറക്റ്റ് ആ സർക്കംഫറൻസിൻ്റെ ഇക്വേഷനിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സർക്കംഫറൻസ് = 4 × a ആണ്. സോ 4 × 25/√2 എന്ന് കിട്ടും. 4 × 25/√2. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഈ 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാമല്ലോ. = 2 × 2 × 25/√2. സോ ഇതിൽ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? √2 × √2 ആണ്. സോ ഇവിടെ ഒരു √2ഉം ഈ √2ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി എന്ത് വരും? 2√2. സോ 2√2 × 25 എന്ന് വരും, which is equal to 50√2. സോ 50യെ നമുക്ക് എന്തുകൊണ്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ്. √2ൻ്റെ വാല്യൂ 1.414 ആണ്. സോ 50 × 1.414 which is equal to 70.71 സെൻറ്റിമീറ്റർ. സോ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25നെ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ അതിലും എളുപ്പം എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. സോ ഇവിടെ ആൻസർ 70.71 എന്ന് കിട്ടും. സോ ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നതിൽ അതിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 70 സെൻറ്റിമീറ്റർ ആണ്. സോ അതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ വിച്ച് വിൽ ഹാവ് ദ സെയിം ഏരിയ ആസ് ദി റെക്ടാങ്കിൾ ഓഫ് 50/25 mm സൈഡ്. ഒരു സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50/25 mm സൈഡുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെയിം ഏരിയ വരുന്ന സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിൻ്റെ സൈഡ് രണ്ടും തന്നിട്ടുണ്ട്. സോ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കാണാനായിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. സോ 50/25 ആണ്. 50 × 25 ചെയ്യുമ്പോൾ എത്രയാണ്? 25 × 5 ചെയ്താൽ 125 വരും. സോ 1250 mm. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സ്ക്വയറിൻ്റെ ഏരിയയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഇക്വൽ ടു a സ്ക്വയർ ഈസ് ഇക്വൽ ടു 1250 എന്ന് കിട്ടും. സോ a സ്ക്വയർ ഈസ് ഇക്വൽ ടു 1250. ഇനി സൈഡ് ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 1250യുടെ റൂട്ട് എടുത്താൽ മതി. സോ ഈ റൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റൂട്ട് ഓഫ് 1250യെ നമുക്ക് വേണമെങ്കിൽ 2 × 625 എന്ന് എഴുതാം. നമുക്ക് 625ൻ്റെ റൂട്ട് അറിയാം. 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ ആണ് 600. 25 × 25 ചെയ്താലാണ് നമുക്ക് 625 കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 25√2 എന്ന് കിട്ടും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആൻസറായ 35.36 mm കിട്ടും. അതായത് √2ൻ്റെ വാല്യൂ 1.414 ആണ്. സോ 25 × 1.414 ചെയ്താൽ നമുക്കിത് കിട്ടും 35.36. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള അത് വെച്ചിട്ട് 1250യുടെ റൂട്ട് കണ്ടുപിടിക്കണം. സോ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 12 ആണ് വരുന്നത്. ഇത് രണ്ടും ഒന്നിച്ചിടുക. സോ അതിൽ വരാവുന്ന ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. സോ 3 × 3 ചെയ്താൽ ഇവിടെ 9 വരും. റിമൈൻഡർ 350. ദെൻ ഇതിൻ്റെ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഇതിൻ്റെ നേരെ ഡബിൾ ഇവിടെ എഴുതുക. ദെൻ ഇതിനുള്ളിൽ 350യെ കൊണ്ട് ഇവിടെ നമ്മൾ ഏത് നമ്പർ ഇട്ടാലാണ് ഈ 350ക്കുള്ളിൽ വരുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ 6 ഇട്ട് കഴിഞ്ഞാൽ 66 × 6 വരും. അത്ര വരും. അത് 60 × 6 വരുമ്പോൾ തന്നെ 360+ ആവും. അതുകൊണ്ട് തന്നെ അത് 350യെക്കാട്ടി മുകളിലാണ്. പിന്നെ നമുക്ക് അതിനുള്ളിൽ വരാവുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 65 × 5 ആണ്. സോ ആ 5 ഇവിടെ തന്നെ എഴുതുക. 65 × 5 എത്രയാണ്? 65 × 5 എന്ന് പറയുന്നത് 65 × 10 ചെയ്യുന്നത് 65 × 10 ചെയ്താൽ 650 ആണ്. അതിൻ്റെ 5 എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഹാഫ് വരും, 325 വരും. ദെൻ പിന്നെ റിമൈൻഡർ ഉള്ളത് കൊണ്ട് ഇവിടെ പോയിന്റ് വരും. സോ നമുക്ക് ഓപ്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ
35 വരുന്ന ഒറ്റ ഒരു നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ. സോ അവിടെ വെച്ച് തന്നെ നമുക്കത് നിർത്താം. 35.36 ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനുള്ളത് ഈ നമ്പറിനെ അങ്ങ് ചെറുതാക്കി എടുക്കുക. സോ 625 × 2 ചെയ്താൽ നമുക്ക് 25√2 എന്ന് കിട്ടും. ദെൻ 25നെ 1.414 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈൽസ് ഓഫ് 20/15 centimeter will be required to pave the floor of a hall which is 20 meter long and 15 meter wide? നമുക്കൊരു ഹാളിൻ്റെ ഫ്ലോറിൽ ടൈൽ ഇടണം. ആ ഹാളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്, അതിൻ്റെ വിഡ്ത്ത് 15 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ 20/15 സെൻറ്റിമീറ്റർ സൈസുള്ള എത്ര ടൈലുകൾ വേണ്ടി വരും ആ ഹാളിൽ ഫുള്ള് ടൈലിടാൻ വേണ്ടി? സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 1000, 3000, 10,000 ആൻഡ് 13,000. സോ നമുക്ക് നമ്പർ ഓഫ് ടൈൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ടൈൽസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ആ ഫ്ലോറിൻ്റെ ഏരിയ എത്രയാണെന്ന് നോക്കുക, അതേ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വൺ ടൈൽ. ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് ഫ്ലോർ വരുന്നത് ഇവിടെ എത്രയാണ്? ഫ്ലോറിൻ്റെ ലെങ്തും തന്നിട്ടുണ്ട്, വിഡ്ത്തും തന്നിട്ടുണ്ട്. അത് രണ്ടും തന്നിരിക്കുന്നത് മീറ്ററിലാണ്. 20 മീറ്ററും 15 മീറ്ററും ആണ്. ടൈലിൻ്റെ സൈസ് തന്നിരിക്കുന്നത് നമുക്ക് സെൻറ്റിമീറ്ററിലാണ്. സോ ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് 20 × 15 അത് നമ്മൾ അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിൽ എഴുതി. ദെൻ ഫ്ലോറിൻ്റെ ഏരിയയുടെ 20 നമുക്ക് എന്തിലോട്ട് മാറ്റണം? മീറ്ററിലുള്ള വാല്യൂ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. സോ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 20 × 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. സോ 20 × 100 × 15 × 100. സോ ഇവിടെ ഏതൊക്കെ ക്യാൻസലായി പോകും? 20യും 20യും ക്യാൻസലായി പോകും, 15യും 15യും ക്യാൻസലായി പോകും. സോ 100 × 100 ആൻസർ 10,000 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. സോ 10,000 ഓപ്ഷനിലുണ്ട്. സോ അതാണ് അവിടെ വരുന്ന ആൻസർ. സോ ആദ്യം എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടൈൽസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഓഫ് ഫ്ലോർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ ടൈൽ ചെയ്താൽ മതി. ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ടോട്ടൽ ഏരിയയെ ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയഗണൽസ് ഓഫ് 2 സ്ക്വയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:7. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ്. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽസ്, രണ്ട് ഡയഗണൽസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:7 റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? സോ ഓപ്ഷൻസ് 3:7, 7:3, 9:49 ആൻഡ് 7:21. സോ ഡയഗണൽസ് നമുക്ക് തന്നിട്ടുണ്ട്. 3x എന്നും 7x എന്നും തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 3 എന്നും 3:7 റേഷ്യോയിലാണെന്ന് തന്നിട്ടുണ്ട്. സോ അതിനെ നമ്മൾ 3x എന്നും 7x എന്നും ആണെന്നങ്ങ് എടുക്കുക. സോ അസ്യൂം ചെയ്തെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ തന്നിരിക്കുന്നത് ഡയഗണൽസ് ആണ്. സോ ഡയഗണൽസിൻ്റെ ടൈമിലുള്ള സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. സോ ഡയഗണൽസ് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ½ d² ആണ്. സോ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 × d². ഇനി റേഷ്യോ ഓഫ് ഏരിയാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ 1/2 × ആദ്യത്തെ ഡയഗണൽ നമ്മൾ 3x എന്നാണ് എടുത്തിരിക്കുന്നത്. സോ 3x the whole square ഈസ് ടു 1/2 × 7x the whole square. സോ 1/2 രണ്ടിടത്തും ക്യാൻസൽ ചെയ്യാം. 3x-ൻ്റെ സ്ക്വയർ എന്ത് വരും? 3x-ൻ്റെ സ്ക്വയർ ചെയ്താൽ 9x² വരും. 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. സോ 49x². സോ ഇവിടെ x² ക്യാൻസൽ ചെയ്യാം. നമുക്ക് റേഷ്യോ വരുന്നത് 9:49. സോ ഡയഗണൽസിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ നേരെ സ്ക്വയർ ആയിരിക്കും എന്തിൻ്റെ റേഷ്യോ? അതിൻ്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ. സോ റേഷ്യോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത് ഡയഗണൽസിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ എടുത്താൽ മതി. അതായത് ഈ ഇക്വേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ½ d² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡയറക്റ്റ് സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലേ ഗ്രൗണ്ട് ഈസ് 90 meter long and 75 meter wide. A path of 5 meter wide is to be built outside around it. Find the area of the path. ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ലെങ്ത് 90 മീറ്റർ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. അതിന് ചുറ്റും 5 മീറ്റർ വിഡ്ത്തുള്ള ഒരു പാത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാത്തിൻ്റെ ഏരിയ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ 90 സെൻറ്റിമീറ്റർ ആണ് പാത്തിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത്, 90. അതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 75 ആണ്. ദെൻ പാത്തിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് എത്രയാണ്? പാത്തിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 5 മീറ്റർ ആണ്. സോ ഇത് 90 മീറ്റർ, 75 മീറ്റർ, 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ പാത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിതിൽ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഔട്ടർ റെക്റ്റാങ്കിൾ മൈനസ് ഇന്നർ റെക്റ്റാങ്കിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പാത്തിൻ്റെ ഏരിയ കിട്ടും. സോ ഏരിയ ഓഫ് പാത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഔട്ടർ റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദി ഇന്നർ റെക്റ്റാങ്കിൾ. സോ ഇവിടെ
ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ഇതിപ്പോൾ L എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് L-ഉം ഇത് B-യും ആണ്. സോ ഇവിടെ B = 75 ആണ്, L = 90 ആണ്. സോ ഈ വിഡ്ത്ത് നമ്മൾ W എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് 5 മീറ്റർ ആണ്. സോ ഇനി ഏരിയ ഓഫ് പാത്ത് = ഏരിയ ഓഫ് ഔട്ടർ റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ഇന്നർ റെക്റ്റാങ്കിൾ. സോ ഇതിൻ്റെ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ വേണം? സോ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ഇത് ഇത്രയും വരുന്നത് L ആണ്. സോ L പ്ലസ് രണ്ട് സൈഡിലും എന്തുണ്ട്? W ഉണ്ട്. സോ L + 2W വരും. വിഡ്ത്ത് ഈ അകത്തുള്ളതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് B ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ വിഡ്ത്ത് എന്ത് വരും? B + 2W വരും. സോ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് L + 2W × B + 2W മൈനസ് ഇന്നർ റെക്റ്റാങ്കിളിൻ്റെ എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്താൽ മതി. സോ അത് ചെയ്യുക. എത്രയാണ്? L എന്ന് പറയുന്നത് 90 ആണ്. ദെൻ 2 × വിഡ്ത്ത് എത്രയാണ്? പാത്തിൻ്റെ വിഡ്ത്ത് 5 മീറ്റർ ആണ്. സോ 90 + 2 × 5 × വിഡ്ത്ത് എത്രയാണ്? ഇന്നർ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് 75 ആണ്. പ്ലസ് 2 × 5 ചെയ്താൽ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് കിട്ടും. മൈനസ് ഇന്നർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 90 × ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്താൽ മതി. 90 × 75 അങ്ങനെയാണെങ്കിൽ 90 + 2 × 5 എത്ര വരും? 100 × 75 + 2 × 5 85. 100 × 85 മൈനസ് 90 × 75. സോ 100 × 85 എത്രയാണ്? 100 × 85 85 2 0 ഇട്ടാൽ മതി. 8500. ദെൻ 90 × 75 ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ വരുന്നത്. സോ 90 × 75 ആകുമ്പോൾ 75 × 10 ചെയ്താൽ നമുക്ക് 750 കിട്ടും. സോ 75 × 9 ചെയ്താൽ 750 മൈനസ് 75 ചെയ്താൽ മതി. അത് 675 വരും. 0 കൂടെ വരുമ്പോൾ 6750. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സോ 8500 മൈനസ് 6750 1750 മീറ്റർ സ്ക്വയർ ആണ് ആ പാത്തിൻ്റെ ഏരിയ വരുന്നത്. സോ ഈ രീതിയിൽ പാത്തിൻ്റെ വിഡ്ത്ത് തരികയാണെങ്കിൽ നമുക്ക് ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണോ അതിൽ നിന്ന് ഇന്നർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടിയാൽ നമുക്ക് പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് പ്രോബ്ലം. Diagonals of a rhombus are 16 cm and 12 cm. Find its area and perimeter. ഒരു റോംബസിൻ്റെ ഡയഗണൽസ് വന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 16 സെൻറ്റിമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 12 സെൻറ്റിമീറ്റർ ഉണ്ട്. അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് ½ d1 d2 ആണ്. അതുപോലെ തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് 4 × സൈഡ് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഡയഗണലാണ്. അതിൽ നിന്ന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സൈഡ് കണ്ടുപിടിക്കണം. സോ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് ഇവിടെ വരുന്ന ഇത് ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ആംഗിൾ വരുന്ന എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് A ആണ്, ഇത് D1 ആണ്. സോ ഇത്ര എടുത്താൽ നമുക്ക് D1/2 ഇതെന്ന് പറയുന്നത് D2/2 ആയിരിക്കും. സോ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A = √D1/2² + D2/2². സോ ഇവിടെ 16 ഉം 12 ആണ് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഹാഫ് എന്ത് വരും? 8 + 8² + 6². സോ 8² എന്ന് പറയുന്നത് 64 ആണ്. 6² = 36. സോ √100 വരും. √100 = 10 സെൻറ്റിമീറ്റർ. സോ അങ്ങനെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താണ്? 4 × A ചെയ്താൽ 40 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പെരിമീറ്റർ. ദെൻ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ½ × D1 d2 which is equal to ½ × 16 × 12. അത് 96 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.